എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരിപ്പാട് KS പണിക്കർ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ചില വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെ സംക്ഷിപ്തിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രീഫായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കർമ്മത്തെക്കുറിച്ചും കർമ്മവാസനയെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഇന്നത് ശാസ്ത്രീയമായ രീതിയിൽ ആധുനിക ശാസ്ത്രം എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലാദ്യം പറയുന്നത് അന്ധകരണത്തെക്കുറിച്ചാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം എടുക്കുന്ന ഓരോ തീരുമാനത്തിനും അനുഭവിക്കുന്ന ഓരോ വികാരത്തിനും പിന്നിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മമായ ഒരു സംവിധാനമാണ് അന്ധകരണം എന്ന് പറയുന്നത്. അന്ധ എന്നാൽ ഉള്ളിലുള്ളത്, കരണം എന്നാൽ ഉപകരണം എന്നാണ് അർത്ഥം. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ആന്തരികമായ പ്രവർത്തനങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 4 അന്ധകരണത്തെ തിരിച്ചിരിക്കുന്നത്: മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം. ഇതിൽ മനസ്സെന്ന് പറഞ്ഞ ചിന്തകളുടെ ഉറവിടമാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി എന്നിവ വഴി പുറം ലോകത്തു നിന്ന് ലഭിക്കുന്ന ജ്ഞാനത്തെയാണ് മനസ്സിൻ്റെ ആദ്യത്തെ ചിന്തകളുടെ ഉറവിടമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടത്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത് വേണോ അത് വേണ്ടയോ എന്ന് സങ്കല്പ വികല്പങ്ങളിൽ കൂടി തീരുമാനിക്കുന്നതിനെയാണ് മനസ്സിൻ്റെ പ്രധാന ജോലിയായിട്ട് കണക്കാക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളൊരു മധുരപലഹാരം കാണുമ്പോൾ അത് കടിക്കണമെന്ന ആഗ്രഹം ആദ്യം തോന്നുന്ന മനസ്സിലാണ്. രണ്ടാമത്തെ, നമുക്ക് ബുദ്ധിയെക്കുറിച്ച് ചിന്തിക്കാം. ബുദ്ധി എന്ന് പറയുന്നത് തീരുമാനമെടുക്കുന്ന ഒരു സംഭവമാണെന്ന് എല്ലാവർക്കും അറിയാം. മനസ്സുയർത്തുന്ന സംശയങ്ങളിൽ ഒരു തീരുമാനമെടുക്കുന്നത് ബുദ്ധിയാണ്. ഇത് വിവേചന ശക്തിയുടെ കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ഒരു നിഗമനത്തിലെത്താൻ ബുദ്ധി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, മധുരം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല, അതുകൊണ്ട് ഇപ്പോൾ വേണ്ട എന്ന് ബുദ്ധി ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അതൊരു തീരുമാനമായിട്ട് നമുക്ക് കണക്കാക്കിയിരിക്കും. ഇനി ചിത്തം, ഓർമ്മകളുടെ കലവറയാണ് ചിത്തം. സ്മരണകൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ചെപ്പാണ് നമ്മുടെ ചിത്തം എന്ന് പറയുന്നത്. കഴിഞ്ഞകാല അനുഭവങ്ങൾ, വാസനകൾ, ഓർമ്മകൾ എന്നിവ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഇടമാണ് ചിത്തം എന്ന് പറയുന്നത്. പലയിടത്തും ഈ ചിത്തത്തെയും മനസ്സിനെയും ഒരേപോലെ പറയാറുണ്ട്. ചിത്തം തന്നെയാണ് മനസ്സെന്നുള്ളത്. എന്നാൽ അതിൽ കവിഞ്ഞ് ചിത്തത്തെ നമ്മൾ അറിയേണ്ടതുണ്ട്. പിന്നെ പ്രവർത്തനം എന്ന് പറഞ്ഞ ഒരു സാഹചര്യം വരുമ്പോൾ പഴയ അനുഭവങ്ങളുമായി അതിനെ താരതമ്യം ചെയ്യാൻ ചിത്തം സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, മുൻപ് മധുരം കഴിച്ചപ്പോൾ ഉണ്ടായ സന്തോഷമോ അല്ലെങ്കിൽ പല്ലുവേദനയോ അല്ലെങ്കിൽ എന്തോ ഓർമ്മയോ അത് ഓർമ്മയിൽ ചിത്തത്തിൽ പുറത്തു വരുന്ന സമയമാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഓർമ്മ വരും, നേരത്തെ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടായില്ല. ഇനി അഹങ്കാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വ സ്വഭാവത്തെയാണ്, നമ്മൾ ഐനസിനെയാണ് ഞാൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എന്ന ബോധമാണിത്. ഏത് അനുഭവത്തെയും സ്വന്തം വ്യക്തിത്വവുമായി ബന്ധിപ്പിക്കുന്നതിന് അഹങ്കാരം എന്ന് പറയും. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് അനുഭവിക്കുന്നു, ഞാനിത് ചെയ്യുന്നു, ഇതെൻ്റേതാണ് എന്ന ഭാവം നിലനിൽക്കുന്നതിനെയാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ ഡയറ്റിലാണ്, അതുകൊണ്ട് ഞാനിത് കഴിക്കുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ അഹങ്കാരം വ്യക്തിത്വബോധത്തിലേക്ക് പ്രവർത്തിക്കുന്നു. ഞാൻ എന്നുള്ള പദം അവിടെ വന്നു. അതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. നിത്യജീവിതത്തിലെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ ദൂരെ ഒരാളെ കാണുന്നു എന്ന് കരുതുക. മനസ്സ് അത് ആരായിരിക്കും എന്ന്, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ആളാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സംശയം ഉണ്ടാകും. ചിത്തയുമാണെങ്കിൽ പഴയ ഓർമ്മകൾ തിരയുന്നു. അതെ, ഇത് പണ്ട് കണ്ടിട്ടുള്ള കൂടെ പഠിച്ച ഒരാളെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിനെ തിരഞ്ഞ ആളിനെ നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ബുദ്ധി അത് രാമു തന്നെയാണെങ്കിൽ ആ വ്യക്തി തന്നെയാണെന്ന് ഉറപ്പിക്കുന്നതിനെയാണ് ഇവിടെ നമ്മുടെ ഈ തലം എന്ന് പറയുന്നത്, അഹങ്കാര തലം എന്ന് പറയുന്നത്. രാമു എൻ്റെ സുഹൃത്താണ്, ഞാൻ പോയി സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്ന അഹങ്കാരത്തിൻ്റെ ഒരു തലമാണ്. ഞാൻ പോയി സംസാരിക്കണം എന്ന്, രാമു എൻ്റെ സുഹൃത്താണ്. അപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ, അന്ധകരണം ശുദ്ധമാണെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ കൂടുതൽ വ്യക്തവും ജീവിതം സമാധാനപരവുമായിരിക്കും എന്ന് പറയും. അതിന് ഏറ്റവും കുറയ്ക്കേണ്ടത് ഞാനെന്ന പദം, ചുരുക്കി പറഞ്ഞാണ്, ഞാനെന്ന പദത്തെ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്ന തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ എന്ന പദം ഉപയോഗിക്കുമ്പോൾ പോലും ആ പദത്തിൻ്റെ ഉള്ളിൽ കാണുന്ന ഞാനെ എന്താണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾക്ക് ഉൾബോധം, അതായത് ബോധത്തിന് ശുദ്ധി ഉണ്ടാക്കാനും ഹൃദയശുദ്ധിക്കും ബുദ്ധിക്ക് സൂക്ഷ്മത ഉണ്ടാക്കാനും പറ്റും.
ഈ 4 ഘടകങ്ങൾ ഏതിനെക്കുറിച്ച് എങ്കിലും കൂടുതൽ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ തലങ്ങളിലേക്ക് കടന്നിരണമെന്നുണ്ടെങ്കിൽ ഈ 4 തലങ്ങളെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ നമുക്ക് ഉണ്ടായേ മതിയാവും. അപ്പം ഞാനിത് ഇപ്പം പറയാൻ പോകുന്നത് കർമ്മവാസനകളെക്കുറിച്ചാണ്. ഞാൻ ഈ അന്ധകരണത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് കർമ്മവാസനയെക്കുറിച്ച് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റുന്നത്. കർമ്മവാസന എന്ന് പറഞ്ഞാൽ ബീജരൂപത്തിൽ മനസ്സിൽ ലയിച്ചു ചേരുന്നു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് സംസ്കാരമായും സ്വഭാവമായും പുനർജന്മത്തിൽ പ്രകടമാകുന്നുവെന്ന് നമുക്കറിയാം. പലർക്കും അറിയാവുന്ന കാര്യമാണ്. പല ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് ഭഗവത്ഗീതയെ കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് ഭാരത ദർശനത്തിൽ പ്രത്യേകിച്ച് സാഖ്യം, യോഗം, വേദാന്തം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ആത്മീയവും മനഃശാസ്ത്രപരമായ വശങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കർമ്മബീജവും എന്താണെന്ന് നമുക്ക് നോക്കാം. സൂക്ഷ്മ ശരീരം, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതായത് കർമ്മത്തിൻ്റെ വാസന, അതുപോലെ ചിന്തയും മനസ്സിൽ ഒരു മുദ്ര പതിപ്പിക്കുന്നുണ്ട്. ഇതിനെ വാസന അല്ലെങ്കിൽ സംസ്കാരം എന്ന് വിളിക്കുന്നു. അതിനെയാണ് കർമ്മബീജം അല്ലെങ്കിൽ വാസന എന്ന് പറയുന്നത്. ഭൗതിക ശരീരം നശിച്ചാലും ഈ സംസ്കാരങ്ങൾ നശിക്കാതെ സൂക്ഷ്മ ശരീരത്തിൽ, അതായത് സബ്റ്റിൽ ബോഡിയിൽ ബീജരൂപത്തിൽ നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം നമ്മുടെ ആത്മീയ തലത്തിൽ അല്ലെങ്കിൽ ആത്മീയ ആചാര്യന്മാർ കൃത്യമായിട്ട് അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. അതെങ്ങനെ പ്രകടമാകുന്നു നോക്കാം. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വിത്ത് മണ്ണിൽ കിടക്കുന്നത് പോലെയാണ് കർമ്മവാസനകൾ അനുകൂലമായ സാഹചര്യം വരുമ്പോൾ. എങ്ങനെയാണ് ഒരു വിത്ത് മുളയ്ക്കുന്നത്? അതായത് ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ മണ്ണ് വേണം, വെള്ളം വേണം, വെളിച്ചം വേണം. ഇവ മൂന്നും ഒരുമിച്ച് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ ആ വിത്ത് മുളയ്ക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ ഈ കാര്യം കൂടി, കർമ്മവാസനകൾ കൂടി നമ്മുടെ പുനർജന്മത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കണം. സ്വഭാവം എന്താണ്? മുൻ ജന്മങ്ങളിലെ ആവർത്തിച്ചുള്ള പ്രവൃത്തികൾ ഈ ജന്മത്തിൽ ഒരു വ്യക്തിയുടെ സഹജമായ വാസനയായി മാറുന്നു എന്ന് മനസ്സിലാക്കണം. ചില കുട്ടികൾ ചെറുപ്പത്തിലെ സംഗീതത്തോടും കലകളോടും താല്പര്യം കാണിക്കുന്നതിന് ഉദാഹരണമാണ്. നമുക്കറിയാം, 6 വയസ്സുള്ള 7 വയസ്സുള്ള കുട്ടി ഭഗവത്ഗീത വ്യക്തമായിട്ട് ഒരു അക്ഷരത്തെറ്റ് പോലും ഇല്ലാതെ ആ വ്യക്തി സംസാരിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് അതിശയം തോന്നാറുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു? ഇത് അതിശയം തോന്നേണ്ട കാര്യമല്ല. കാരണമെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ജന്മം എന്താണോ നമ്മൾ അഭ്യസിച്ചത്, ഈ ജന്മത്തിൽ അത് കൃത്യമായിട്ട് നമ്മളിൽ നിന്നും പുറത്തേക്ക് വരുന്നുവെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതുകൊണ്ട് ഇതിനകത്തിൽ അതിശയപ്പെടാൻ യാതൊന്നുമില്ല. അതുപോലെ ഇതിൻ്റെ പ്രതികരണം എന്താണ്? ഒരേ സാഹചര്യത്തിൽ 2 പേർ 2 രീതിയിൽ പ്രതികരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരമ്മയ്ക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 രീതിയിലുള്ള സ്വഭാവം വരുന്നത് എന്താണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കും, ഇല്ലേ? അപ്പോൾ എന്താണ് അതിന് കാരണം? പുനർജന്മത്തിൽ അവരവരുടെ സ്വഭാവം, അവരുടെ സംസ്കാരം പ്രകടമാക്കുന്നതാണ്. അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയ്ക്കും 4 കുട്ടികളുണ്ടെങ്കിൽ ഒരാൾ നല്ലൊരു വ്യക്തിയായി സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കും, മറ്റൊരാൾ ഏറ്റവും ചീത്തയായ സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കും, ഒരാൾ സന്യാസിയായി മാറും, മറ്റൊരു വ്യവസായിയായി മാറുന്നതൊക്കെ ഇതിൻ്റെ പിന്നാമ്പറമാണെന്ന് മനസ്സിലാക്കണം. അത് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്ത വരാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ യുക്തിപരമായിട്ടോ അതിനപ്പുറത്തേക്കോ ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇതിനെക്കുറിച്ചോ മനസ്സിലാവാത്തത്, നമുക്കത് ചിന്തിച്ചത് അത് നമ്മുടെ ഉള്ളിലേക്ക് കടക്കാത്തത് മനസ്സിലാക്കണം. പിന്നെന്താണ് ഇതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ എന്താണെന്ന് നോക്കുക, യുക്തിപരമായ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കുക. ആത്മീയ ഇതിനെ പുനർജന്മമായി ബന്ധിപ്പിക്കുമ്പോൾ ആധുനിക മനഃശാസ്ത്രവും അതുപോലെ തന്നെ ജീവശാസ്ത്രവും ഇതിനെ മറ്റൊരു തരത്തിലാണ് കാണുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ജനിതക ഘടന, അതായത് പൂർവികരുടെ സ്വഭാവവിശേഷങ്ങൾ, DNA ഇതിനെ ജീവശാസ്ത്രപരമായി പുനർജന്മം എന്ന് വിളിക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെറിഡിറ്ററി, നമ്മുടെ പിതാവും പിതാവിൻ്റെ പിതാവും അല്ലെങ്കിൽ മാതാവിൻ്റെ മാതാവ് അങ്ങനെയുള്ളവരുടെ ഒരു DNA ഘടകം ഇതിനകത്ത് സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിനെ പോലുള്ള മനഃശാസ്ത്രജ്ഞരാണ് നിരീക്ഷിച്ചിട്ടുള്ളത്, കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇത് സത്യമാണോ എന്നത് നമുക്കൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് ദർശനത്തിൻ്റെയും നമ്മുടെ ഭാരതീയ ദർശനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇതിന് വിശ്വസിച്ച് പോന്നിരിക്കുന്നത്. ആ വിശ്വാസമാണ് കൃത്യമായിട്ടും യോഗീതലത്തിൽ ഇരുന്നു കൊണ്ട് ഓരോ വ്യക്തിയും, അതായത് യോഗിയായ വ്യക്തികൾ ഇതിനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ച് മനനാദികളിലൂടെ ധ്യാനത്തിൽ കൂടെ ഇതിനെ കണ്ടുപിടിച്ച് നമ്മളിലേക്ക് എത്തിച്ചത്. അപ്പോൾ അത് മനസ്സിലാക്കണം. യുക്തിപരമായിട്ട് പറയുകയാണ്, നമ്മുടെ ഇന്നലത്തെ ചിന്തകളാണ് ഇന്നത്തെ നമ്മുടെ സ്വഭാവമായി രൂപീകരിക്കപ്പെടുന്നത്. ഒരു വൃക്ഷത്തിൻ്റെ വാർഷിക വളയം പോലെ നമ്മുടെ ഇന്നലകളെ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളെ നമ്മൾ പിന്നെയും പിന്നെയും കൊണ്ടുവരുമ്പോഴേ ഇത് സ്വഭാവമായി പരിണമിക്കുന്നു എന്ന്
നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രം പറയുമ്പോൾ അതിനെ നമുക്ക് ഒരിക്കലും മാറ്റിക്കളയാൻ സാധ്യമല്ല. ആ നിലയ്ക്ക് നോക്കിയാൽ മുമ്പ് ചെയ്ത കാര്യങ്ങൾ ബീജരൂപത്തിൽ മനസ്സിനെ സ്വാധീനിക്കുന്നു എന്നത് തർക്കമില്ലാത്ത കാര്യമാണെന്ന് കൃത്യമായിട്ട് ശാസ്ത്രവും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആധ്യാത്മിക ശാസ്ത്രവും പറയുന്നുണ്ട്. ആധുനിക ശാസ്ത്രവും ഇതിനകത്തിൽ ഇപ്പോൾ ഊന്നി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വഭാവ രൂപീകരണത്തിൽ നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ സംസ്കാരങ്ങളെ വളർത്തിയെടുത്ത്, അതായത് നമ്മുടെ സംസ്കാരമാണ് സ്വഭാവമായിട്ട് വരുന്നതെന്ന് വ്യക്തമായിട്ടൊരു ഐഡിയ നമുക്ക് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അറിയേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടുത്തത് കർമ്മങ്ങളുടെ ഫലം, പുനർജന്മം എന്നീ ആശയങ്ങൾ നൂറ്റാണ്ടുകളായി മനുഷ്യചിന്തയെ സ്വാധീനിച്ചവയാണ്. അതായത് ഭാരതീയ ദർശനങ്ങളിൽ കൃത്യമായിട്ട് ഭാരതീയ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രത്യേകിച്ച് ഉപനിഷത്തിൽ പറയാറുണ്ട്. കർമ്മഫലം എന്ത്, പുനർജന്മം എന്ത് എന്നീ ആശയങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാറുണ്ട്. ആത്മീയ ഗ്രന്ഥങ്ങൾ ഇതിനെ ഒരു ധാർമ്മിക നിയമമായി കാണുമ്പോൾ ആധുനിക ശാസ്ത്രം ഊർജതന്ത്രത്തിനെയും മനഃശാസ്ത്രത്തിലെയും സിദ്ധാന്തങ്ങളിലൂടെ ഇതിനെ സമീപിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ഒന്ന് വിശദീകരിച്ച് നോക്കാം. ആത്മീയ ഗ്രന്ഥങ്ങളിലെ കാഴ്ചപ്പാട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സനാതനധർമ്മം, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് സനാതനധർമ്മം എന്നുള്ളത് ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യമില്ല, വളരെ വർഷങ്ങൾ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സനാതനധർമ്മം എന്താണെന്നുള്ളത്. സനാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും എന്നും നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ് സനാതനം എന്ന് പറയുന്നത്. ഇന്നലെയും ഇന്നും നാളെയും എല്ലാം ഒരേപോലെ നിന്നു പോകുന്നതിനെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ഹിന്ദുമതം എന്നതിനെ പറയുന്നുണ്ടെങ്കിൽ ആ മതം, ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരു റിലീജിയനിലൊരു സംസ്കാരമാണെന്ന് നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ബുദ്ധമതം, ജൈനമതം എന്നിവയിൽ കർമ്മഫലം പുനർജന്മവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭഗവത്ഗീതയാണേലും ശരി, ഇതിനകത്ത് വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. വസാംശി ജീർണാനി യഥാവിഹായ എന്ന് തുടങ്ങുന്ന 2-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം വായിച്ചാൽ മതി, നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നു, ഒരാൾ പഴയ വസ്ത്രം മാറി പുതിയത് ധരിക്കുന്നത് പോലെ ആത്മാവ് പഴയ ശരീരം വെടിഞ്ഞ് പുതിയ ശരീരം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ശരീരം മാത്രമേ ത്യജിക്കുന്നുള്ളൂ, അതിനകത്തിലെ സാധനങ്ങളൊന്നും തന്നെ ത്യജിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ടൊരു ഐഡിയ വേണം. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ കൊണ്ടുപോയ സാധനം തന്നെയാണ് തിരിച്ച് വേറൊരെണ്ണത്തിലേക്ക് കയറ്റിക്കൊണ്ട് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയല്ലോ. അതിനാണ് വാസനകളെന്ന് പറയുന്നത്. ഇത് അടുത്ത ജന്മത്തിലും തുടരുന്നു. അതാണ് കർമ്മത്തിൻ്റെ വാസനകൾ അങ്ങനെയാണ് കൂട്ടുക. പിന്നെ കർമ്മ നിയമം എന്താണ്? ചെയ്യുന്നത് അതായത് വിതയ്ക്കുന്നതേ കൊയ്യൂ എന്നൊരു നിയമമുണ്ട്. എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഫലം അങ്ങനെ തന്നെ കിട്ടും എന്ന് മനസ്സിലാക്കുക. ആ തത്വം ഒരു കാരണവശാലും മറക്കാൻ പാടില്ല. ഒരു വ്യക്തി ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ മുൻ ജന്മങ്ങളിലെ പ്രവൃത്തികളുടെ ഫലമാണെന്നും, അതായത് പ്രാരബ്ധ കർമ്മത്തിൽ ഇതിനെ അനുഭവിച്ചേ മതിയാവൂ എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലേ? സഞ്ചിതവും ആഗാമിയും. സഞ്ചിത കർമ്മത്തെ നമുക്ക് ജ്ഞാനത്തിൽ എരിച്ചു കളയാമെന്ന് ഞാൻ പ്രകാശം പറഞ്ഞു. ജ്ഞാന ഉദയം കൊണ്ട് സഞ്ചിത കർമ്മത്തെ എരിച്ചു കളയാൻ പറ്റും, ഇല്ലാതാക്കാൻ പറ്റും. പക്ഷേ പ്രാരബ്ധ കർമ്മം ഒരിക്കലും നശിപ്പിക്കാൻ സാധ്യമല്ല. നമുക്കറിയാം, രമണ മഹർഷി ആയാലും ശരി, രാമകൃഷ്ണ പരമഹംസനായാലും ശരി, വിവേകാനന്ദനായാലും ശരി, പ്രാരബ്ധ കർമ്മത്തിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിനുണ്ടായ അസുഖങ്ങൾ ഇതെല്ലാം അനുഭവിച്ചേ പോകാൻ പറ്റൂ. ഏതൊരു വ്യക്തിയും യോഗീതലത്തിൽ എത്തിക്കഴിഞ്ഞാൽ പോലും അയാൾക്ക് ഒരു കാരണവശാലും അതിനെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് പഴയ ജന്മങ്ങളിൽ നമുക്ക് കിട്ടിയ, പൂർവ്വജന്മങ്ങളിൽ കിട്ടിയ സംസ്കാരത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ഫലമാണ് പ്രാരബ്ധ കർമ്മത്തിൽ ഇത് അനുഭവിക്കുന്നതെന്ന് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിവേകം ഉദിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് സമയം കളയുന്നതല്ലാതെ നമ്മൾ അതായത് ദുഃഖത്തിൽ മുഴുകി കഴിയുന്നതല്ലാതെ നമുക്ക് വേറെ ഒരു തലത്തിലേക്കും പോകാൻ പറ്റില്ല. തൊട്ടടുത്ത വ്യക്തിക്ക് സുഖവും സന്തോഷവും ധനപരമായ ഉയർച്ചയും കാണുമ്പോൾ ഇവനെങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കുമ്പോൾ താപം ചെയ്ത പൂർവ്വജന്മങ്ങളിൽ ചെയ്ത ഗുണങ്ങളുടെ, നല്ല ഐഡിയാസിൻ്റെ, നല്ല കാര്യങ്ങളുടെ ഫലമായിട്ടാണ് അവൻ ഈ ജന്മത്തിൽ ഈ സ്ഥിതി വന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഈ ജന്മത്തിലെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാതെ പോകണം എന്നുള്ള തലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കും. അപ്പോൾ ഇതാണിവിടെ നമുക്ക് ഈ പ്രവൃത്തിയാണ് നമുക്ക് മനസ്സിലാണ്. അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ മുൻ ജന്മങ്ങളിലേതാണ്. അതൊരു കാരണവശാലും നമുക്ക് മാറ്റിമറിക്കാൻ സാധ്യമല്ല. ബുദ്ധദർശനത്തിൽ എന്താണ് പറയുന്നത്? ബുദ്ധമതത്തിൽ ആത്മാവ് എന്ന സ്ഥിരമായി ഒന്നില്ലെങ്കിലും ബോധത്തിൻ്റെ തുടർച്ച, അതായത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് പുനർജന്മത്തിൽ കാണുമാറാകലും കാരണമാകുന്നുവെന്നും തൃഷ്ണയും കർമ്മവുമാണ് ഈ ചക്രത്തെ കറക്കുന്നതെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബുദ്ധമതത്തിൽ സനാതനധർമ്മത്തിൻ്റെ ഒരു ഭാഗം വിട്ടുകളഞ്ഞിട്ടാണ് ബുദ്ധമതം പറഞ്ഞിരിക്കുന്നത്. സാഖ്യമതത്തോട് ഏതാണ്ട് യോജിച്ചാണ് ബുദ്ധമതം എന്ന് പറയപ്പെടുന്നത്.
അപ്പോൾ നമുക്കിനി ആധുനിക ശാസ്ത്രം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്, പുനർജന്മ ചിന്തകളെക്കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം. ചില ആധുനിക സിദ്ധാന്തങ്ങൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ഊർജ സംരക്ഷണ നിയമം, ലാ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനും കഴിയില്ല എന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞു, ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതിനെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ എന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ കഴിയും. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ബോധം എന്ന് പറയുന്നത്, അതായത് കോൺഷ്യസ്നെസ് ഒരു ഊർജ്ജമാണെങ്കിൽ മരണശേഷം അത് നശിക്കുന്നില്ലെന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നതെന്നും ചില ക്വാണ്ടം ഫിസിസ്റ്റുകൾ വാദിക്കുന്നുണ്ട്. അത് വ്യക്തമായ ധാരണയിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞൊരു ദിവസം ഞാൻ എവിടെയോ യൂട്യൂബിൽ കാണാനിടയായി. അപ്പം അതിനകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ശാസ്ത്രം ഇതിനെപ്പറ്റി അവർ ചെയ്ത എക്സ്പെരിമെൻറ്റ്സ്, അതായത് നിരീക്ഷണം അവർക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിഞ്ഞു. മരിക്കുന്ന ഒരാളിൻ്റെ തലയുടെ മധ്യത്തിൽ കൂടി പുറത്തേക്ക് പോകുന്ന എനർജി ആത്മാവാണെന്ന്, പേരെന്ത് വേണേലാകാം, അങ്ങനെ ഒന്ന് പോകുന്നുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പം ഇതിന് ക്വാണ്ടം ഫിസിക്സ് ആണ് ഇതിന് പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനായ റോജർ പെൻഡോൺ, അത് സ്റ്റുവർട്ട് ഹാമോറുഫും വികസിപ്പിച്ച ഒരു തത്വമാണ്, സിദ്ധാന്തമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ മരണശേഷം നമ്മുടെ മസ്തിഷ്കത്തിലെ സൂക്ഷ്മ നാളികളിൽ ഉള്ള ക്വാണ്ടം വിവരങ്ങൾ പ്രപഞ്ചത്തിലേക്ക് വിന്യസിക്കപ്പെടുന്നു, അല്ലെങ്കിൽ വിസരിക്കപ്പെടുന്നു എന്ന് പറയപ്പെടുന്നു. ഇത് പുനർജന്മ എന്ന സങ്കല്പത്തിന് ശാസ്ത്രീയ സാധ്യത കൂട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇതിനെ ഒരു വെർജീനിയ സർവകലാശാലയെ സൈക്കാട്രി പ്രൊഫസറായിരുന്ന ഡോക്ടർ ഇയാൻ സ്റ്റീവൻസൺ ആയിരക്കണക്കിന് കുട്ടികളുടെ പുനർജന്മ സ്മരണകളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. ശാസ്ത്രീയമായ രീതിയിൽ അദ്ദേഹം ശേഖരിച്ച തെളിവുകൾ ഇന്നും ചർച്ചാ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ഒരു കാരണവശാലും നശിക്കാത്ത ഒരു സംഭവമാണ് എനർജി എന്നും അത് ആത്മാവാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അന്ധകരണം മുതൽ കർമ്മം തൊട്ട് കർമ്മഫലം വരെ ഇതിനകത്ത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതെങ്കിലും കേട്ട് മനുഷ്യനിൽ ഉണ്ടാകുന്ന വ്യത്യാസം, മാനസികത്തിലുണ്ടാകുന്ന വ്യത്യാസം ഇനിയെങ്കിലും അവൻ്റെ ജീവിതത്തിൽ അടുത്ത ജന്മത്തേക്കെങ്കിലും അവന് സ്വരൂപിക്കേണ്ട കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ച് പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇന്നത്തെ ഈ വിഷയം ഇവിടെ നിർത്തുകയാണ്. നമസ്കാരം.